ഗിസേൽ അനുമോളെ പിടിച്ച് തള്ളിയതാണ് യഥാർത്ഥത്തിൽ. ആക്ച്വലി അതൊരു ഡിഫെൻഡിങ് ആയിട്ട് നമുക്ക് എടുക്കാനേ പറ്റില്ല. കാരണം അനുമോള് ഗിസേലിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടോയെന്ന് വെക്കാൻ വേണ്ടി ചുണ്ടിൽ ഈ പറയുന്ന പോലെ ടിഷ്യൂ വെച്ചിട്ട് പൊത്തിപ്പിടിച്ചു. അത് ഉള്ള കാര്യമാണ്. തേച്ചെന്ന് വേണേൽ പറയാം, പൊത്തിപ്പിടിച്ചെന്ന് വേണേൽ പറയാം. എന്തുവായാലും ചിലപ്പോൾ അത് ഈ ഗെയിംസിൻ റൂൾസിന് എതിരായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരിക്കലും നമ്മുടെ ഗിസേൽ തിരിച്ച് റിയാക്ട് ചെയ്തത് ഡിഫെൻഡിങ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അനുമോൾ മാറിയതിന് ശേഷം അങ്ങ് പോയി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഗിസേൽ പോയിട്ട് അനുമോളെ പിടിച്ച് തള്ളുന്നത്. അപ്പോൾ അതൊരിക്കലും ഡിഫെൻഡിങ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. തന്നെ ചെയ്തതിന് തിരിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ അനുമോളാണെങ്കിൽ ഗിസേലിനെ വേദനിപ്പിക്കാതാണ് ചെയ്തത്. പക്ഷേ അനുമോൾ അവിടെ എവിടെയെങ്കിലും പോയി വീഴണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഗിസേൽ ചെയ്തത്. അപ്പോൾ അത് ഒരിക്കലും രണ്ട് ഇൻറ്റൻഷനാണ്. ഒന്ന് ഈ പറയുന്ന പോലെ ഗിസേലിൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അനുമോളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഗിസേലിനെ കള്ളത്തരം പൊളിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിസേലിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അനുമോളെ ദേഹോദൂരം ചെയ്യണം എന്നുള്ള ഒരു രീതി തന്നെയാണ്. സോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേന് ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തേക്കുന്ന ഗിസേലാണ്. ഇനി സംഭവം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിസേൽ അവിടെ നിന്ന് കിച്ചൻ്റെ അവിടെ നിന്ന് അനുമോളെയൊക്കെ നന്നായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രിഗർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തിരിച്ച് ട്രിഗർ ചെയ്യണം എന്നുള്ള രീതിയിൽ നിൻ്റെ കള്ളത്തരം ഞാൻ പൊളിച്ചു തരാം എന്നുള്ള രീതിയിൽ, അതായത് നീ പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അതെനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്ക് തർക്കമായി അനുമോളാണെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിസേലിൻ്റെ ലിപ്പിൽ പോയിട്ട് ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്യാൻ നോക്കി. അപ്പോൾ ഉടനെ ഗിസേൽ തിരിച്ചു തല്ലി. അതിനെ തുടർന്ന് ഭയങ്കര വഴക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് പിന്നെ ബാക്കിയുള്ള മെയിൽ കണ്ടസ്റ്റൻസ്, കാരണം കുറച്ച് പേരൊന്നും ഇത് കണ്ടില്ല എന്താണ്. അപ്പോൾ ഗിസേൽ പറയുന്നത് ഞാൻ ഡിഫെൻഡ് ചെയ്തതാണ് തിരിച്ചു തല്ലിയത്. നമ്മളും ഓർക്കും ഒരാൾ നമ്മുടെ ചുണ്ടത്തോ വല്ലതും തൊടാൻ വരുമ്പോൾ നമ്മൾ പിടിച്ച് തള്ളും. അപ്പോൾ അതാണെന്ന് പലരും വിചാരിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ കുറച്ച് പേര് കണ്ടവർ മാത്രമാണ് അത് അങ്ങനെയല്ല. പക്ഷെ അത് അവർക്കും അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം അനുമോൾ ഇങ്ങനെ മാറി വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ ഗിസേൽ പിടിച്ച് തെള്ളുമ്പോഴാണ് പലരും അത് ശ്രദ്ധിക്കുന്നത്. ഭയങ്കര ഒരു ക്വിക്ക് റിയാക്ഷൻ പെട്ടെന്ന് വന്നേ. അപ്പോഴും അവിടെ നിന്ന് കണ്ടവരത് വ്യക്തമായി കണ്ടോ, അവരുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും എല്ലാവരും പ്രതീക്ഷ വെച്ചേക്കുന്നത് ഇങ്ങനെയാണ് ഗിസേൽ റിയാക്ട് ചെയ്തതെന്നുള്ള രീതിയിൽ. പക്ഷേ അതൊരു റിയാക്റ്റോ റിഫ്ലക്ഷനോ ഒന്നും അല്ല. അത് ആക്ച്വലി ഫിസിക്കൽ അസോൾട്ട് തന്നെയായിരുന്നു. അപ്പോൾ അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതെന്തുമായാലും വീഡിയോ ഇട്ട് എല്ലാവരും കാണിക്കുമ്പോഴേ എല്ലാവർക്കും അത് ക്ലിയർ ആവത്തുള്ളൂ. സോ അപ്പോൾ അതുവരെ എല്ലാവരും ഗിസേലിൻ്റെ കൂടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുവല്ല ലാലേട്ടൻ്റെ എപ്പിസോഡിലോ അല്ലെങ്കിൽ ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിലോ നമുക്കറിയാൻ പറ്റും എന്തായിരിക്കും ഇതിന് മേലുള്ള ആക്ഷനും. സോ ഇവർക്കിടയിൽ ഇനി ഗിസേലിന് മാത്രമായിട്ടുള്ള പണിയാണോ അതോ അനുമോൾക്കും ഉള്ള ഒരു പണി ഉണ്ടാവോ അതോ രണ്ടുപേർക്കുള്ള ഒരു പണി ഉണ്ടാവോ? ഇനി മോസ്റ്റ്ലി തോന്നുന്നു രണ്ടുപേർക്കും ഒരു പണിയാവാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് കാണാം.